എല്ലാവർക്കും നമസ്കാരം. സയൻസ് ഫോറോന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗെയിം ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഗെയിം ആയിട്ടാണ്. അപ്പൊ ഗെയിമിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഞങ്ങൾ ബാക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ബാക്കിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടാ. ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ വോയിസ് ക്ലിയർ ആവുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല മഴ നടക്കുകയാണ്. അപ്പൊ നമ്മൾ ഉമ്മർത്തി ഇരുന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൗണ്ട് ചിലപ്പോൾ കുറച്ച് കുറവുണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. അതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എന്താണ് ഈ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെപ്പിലെ നമ്മൾ എല്ലാ ഐറ്റംസിന്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് സ്ലിപ്പിലെ പേര് എഴുതിയിട്ട് നമ്മൾ ഈ ചെപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് അക്ഷയ് ഒരു സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഐറ്റത്തിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും. ആ ഐറ്റം കഴിക്കേണ്ടത് ഞാനാണ്. അതുപോലെ തന്നെ ഈ സ്ലിപ്പിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഏത് ഐറ്റമാണോ എഴുതിയിട്ടുള്ളത് അത് കഴിക്കേണ്ടത് അക്ഷയാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം. അപ്പൊ നമ്മൾ ഈ ഐറ്റംസിന്റെ ഒക്കെ പേര് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് അക്ഷയാണ്. നന്നായിട്ട് നമുക്ക് കുലുക്കി കൊടുക്കാം. അക്ഷയ എടുക്കുന്നത് കഴിക്കുന്നത് ഞാനാണ് കേട്ടോ. ദൈവമേ എന്താവും മറ്റുള്ളതൊന്നും എടുക്കില്ലേട്ടാ. നീ വായിച്ചെന്താ എഴുതിയുള്ള? അക്ഷയ്ക്ക് വായിക്കാൻ കിട്ടില്ല. ഇതിൽ എഴുതിയത് ഐസ്ക്രീം. ഫസ്റ്റ് തന്നെ കണ്ടില്ല, ഐസ്ക്രീം ആണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഐസ്ക്രീം കഴിക്കേണ്ടത് ഞാനാണ്. പക്ഷേ അതിന്റെ ഐസ്ക്രീമും പോയി. അപ്പൊ നമുക്ക് എഴുതിയതാ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഓ മറ്റത് ഞാൻ തിന്നണ കാണണ്ടേ. നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഐസ്ക്രീമാണ്. മഴ ടൈമില് ഇതേപോലെ നല്ലൊരു തണുത്തൊരു ഐസ്ക്രീം തിന്നാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്തത് ഇനി ഐസ്ക്രീം അല്ല, ഇനി അടുത്തത് ഞാനാണ് എടുക്കാൻ പോകുന്നത്. പക്ഷെ ഇതായിട്ട് എനിക്ക് തന്നോ ഈശ്വര. കയ്പക്കായ, പച്ചമുളക്, കരിവേപ്പിന്റെ ഇല ഇതൊക്കെ ഉണ്ട്. അതിലേതെങ്കിലും ഒരു അക്ഷയ്ക്ക് കിട്ടണേ. അക്ഷയ്ക്ക് ഗായ്സ് നാരങ്ങ മിഠായി. കണ്ടില്ല ഗായ്സ്, നാരങ്ങ മിഠായിയാണ് അക്ഷയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അക്ഷയും പൊളിച്ചു പ്രാവശ്യം നാരങ്ങ മിഠായി. ഇത് അക്ഷയ്ക്കുള്ളതാണ് കേട്ടോ നാരങ്ങ മിഠായി. അപ്പൊ എഴുതിയത് നമ്മളിവിടെ മാറ്റി വെക്കുന്നുണ്ട്. വേണ്ട, നീ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചായിട്ട് കഴിക്കും. ഇപ്പൊ ഗെയിമിന്റെ ഭാഗമായിട്ട് ഒരെണ്ണം കഴിക്കണല്ലോ കേട്ടോ. അപ്പൊ അക്ഷയ് ഹാപ്പി അല്ലേ? എനിക്ക് ഐസ്ക്രീം കിട്ടി, നിനക്ക് നാരങ്ങ മിഠായി കിട്ടിട്ടാ. നാരങ്ങ മിഠായി തിന്നുമ്പോ നല്ല പൊളിയാന്നൊക്കെ പറയും. ഇനി കയ്പക്കായും വിളകൊക്കെ തിന്നുമ്പോഴാണ് അക്ഷയ് ഡൗൺ ആവാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. രണ്ടാളും എടുത്ത് കഴിഞ്ഞു. രണ്ടാൾക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കിട്ടിയത്. ഈ സെക്കൻഡ് ആണ് കേട്ടോ പോകുന്നത്. സെക്കൻഡ് ആമത് എടുക്കാനാണ് പോകുന്നത്. അപ്പൊ അക്ഷയ് എടുക്കാൻ പോവാണ്. എടുക്കെടുക്ക് ഇതെടുക്ക്. ചെറി ഗായ്സ്, ചെറി. എനിക്ക് വയ്യ. എനിക്ക് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കിട്ടിയിട്ടുള്ളത്, ചെറി. അപ്പൊ ഞാൻ വീണ്ടും രക്ഷപ്പെട്ടു. ഇതാ നമ്മുടെ ഇവിടെ ചെറി ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ചെറി ഞാൻ എടുത്തു. കണ്ടാ ചെറി കണ്ടാ, നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ചെറിയാണ്. 2 ചെറി ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതിവിടെ മാറ്റി വെക്കാം. അപ്പൊ ഇതിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ഞാനാണ് എടുക്കാൻ പോകുന്നത്. അക്ഷയ്ക്കുള്ളത് കുലുക്ക് നന്നായി കുലുക്കി. മറിഞ്ഞ് പുളിയാവും. മിളകൊക്കെ ഇങ്ങോട്ട് വരട്ടെ. വെള്ളം ഗായ്സ്, വെള്ളം കേട്ടോ അക്ഷയ്ക്ക് കിട്ടിയത്. വെള്ളം. മിളകത്തിന് ശേഷം വെള്ളം കുടിച്ചോണ്ടിരുന്നില്ല നിനക്ക്. അപ്പൊ ഗായ്സ് അക്ഷയ് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. ഫുള്ള് കുടിക്കണ്ട, കുറച്ച് കുടിച്ചാൽ മതി. അവിടെ വെച്ചോ, അപ്പുറത്തെ ഗ്ലാസ് ഒക്കെ വേണം.
അപ്പൊ ഫ്രണ്ട്സ് അക്ഷയുടെ വെള്ളം കൂടി കഴിഞ്ഞു, എന്റെ ചെറി കഴിക്കലും കഴിഞ്ഞു കേട്ടോ. അപ്പൊ രണ്ടാമത്തെ സെക്ഷന് നമ്മളിവിടെ കഴിഞ്ഞു, രണ്ടാമത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ മിളകും കൈപ്പക്കായും ഒക്കെ നമ്മുടെ അടിയിൽ പോയിട്ട് എടുക്കാൻ തോന്നുന്നുണ്ട്. നന്നായിട്ടൊന്ന് പുലിക്കട്ടെ കേട്ടോ. ഇനി ഇത് അക്ഷയാണ് എടുക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ട അക്ഷയ എടുക്കണത്. വേഗം എടുത്തോളൂ മോനെ, എടുക്കെടുക്ക്. ഒരെണ്ണം മതിയടാ. പുളിയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്, പുളി. അപ്പൊ നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ടുള്ള കോൽപ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കോൽപ്പുളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് ഈ കോൽപ്പുളി അങ്ങനെ കഴിക്കണം കേട്ടോ. നമ്മള് ഇത് ഫുള്ള് കഴിക്കാൻ പോവാണ്. ഇതിപ്പോ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ല പൊളിയായിരിക്കും. കഴിക്കട്ടാ ഞാൻ. അപ്പൊ ദാ അക്ഷയുടെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് മാങ്ങ. ഞങ്ങൾ രണ്ടാളും എന്തായാലും കട്ടക്കായിട്ടാണ് നിൽക്കുന്നത്. അക്ഷയ്ക്ക് ഒരു മധുരം കിട്ടിയപ്പോ എനിക്കൊരു മധുരം കിട്ടി. എനിക്കൊരു പുളിയുള്ള ഐറ്റം കിട്ടിയപ്പോ അക്ഷയ്ക്ക് ഒരു പുളിയുള്ള ഐറ്റാണ് കിട്ടിയത്. അവന്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ മാങ്ങ എന്ന് പറയുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. മാങ്ങ പച്ചയായാലും പുളി ആയാലും പഴുത്തതായാലും ഒക്കെ അവൻ കഴിക്കും. അപ്പൊ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ ചെപ്പിലത്തെ ഐറ്റംസ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇനി അടുത്തത് അക്ഷയാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നാലാമത്തെയാണ് എടുക്കാൻ പോകുന്നത് അക്ഷയ്ക്ക്. തൈര്. അപ്പൊ എനിക്ക് നാലാമത്തെ കിട്ടിയിട്ടുള്ളത് തൈരാണ്. എനിക്ക് തൈര് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടാ. സർലാസ് ആണെങ്കിൽ കുഴപ്പമില്ല, സബോള ഒക്കെ ഇട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ തൈര് വെറുതെ കഴിക്കാനായിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. അപ്പൊ ദാ ഒരു ടീസ്പൂണ് ഫുള്ള് തൈര് കഴിക്കാൻ പോകട്ടാ. ഇങ്ങനെയാണ് നമ്മള് തൈര് കഴിക്കാൻ പോകുന്നത്. നല്ല പൊളിയുള്ള തൈരാണ്. അല്ല പോട്ടെ. ഇനി അക്ഷയുടെ ചാൻസ് ആണ് കേട്ടോ. അക്ഷയ്ക്ക് എന്ത് കിട്ടും നോക്കട്ടെ. അധികം കുളിക്കണ്ട, അധികം കുളിക്കണ്ട. ഞാനെത്താം. അക്ഷയ്ക്ക് കിട്ടിയിട്ടുള്ളത് സാമ്പാർ പൊടിയാണ്. അപ്പൊ വേഗം എടുത്തോളും പോലെ സാമ്പാർ പൊടി ഒരു ടീസ്പൂൺ കഴിക്കണം കേട്ടാ. ഞാൻ എടുത്തരാ, അത് കഴിക്കണം കേട്ടാ. നല്ല അടിപൊളി സാമ്പാർ കഴിച്ചൊരു ഫീലിങ്സ് ഉണ്ടാ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ അഞ്ചാമത്തെയാണ് ഇനി എടുക്കാൻ പോകുന്നത്. 4 എണ്ണം കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ആവറേജ് ആണ്, കുഴപ്പമില്ല. നമ്മുടെ കഴിക്കുന്ന സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ മിളകൊക്കെ ഇരിക്കണുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ അഞ്ചാമത്തെ അക്ഷയാണ് എടുക്കാൻ പോകുന്നത്. അക്ഷയ എടുക്കുന്നത് എനിക്കുള്ളതാണ് കേട്ടോ. എടുത്തോളൂ അക്ഷയ. വേപ്പിന്റെ ഇലയാണ് എനിക്ക്. അപ്പോ ഇത്ര നേരം ഒരു കുഴപ്പമില്ലാണ്ട് ആവറേജ് ആയിട്ട് പോയിണ്ടായിരുന്നു. ഇത് കക്കണ വേപ്പിന്റെ ഇല എളുപ്പമല്ലേ കഴിക്കാനായിട്ട്. വാവ്, എന്തൊരു മധുരം. സൂപ്പർ ആയിട്ട് വെച്ചേക്കണം. ഭയങ്കര ഭക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എടുക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ് അക്ഷയ്ക്ക് മുളക് കിട്ടിയിരിക്കുന്നു. ഫ്രണ്ട്സ് മുളക്. ഫ്രണ്ട്സ് അക്ഷയ്ക്ക് ലേസ് കിട്ടിയിട്ടുണ്ട്. ലേസ്. ഫ്രണ്ട്സ് അക്ഷയ്ക്ക് കിട്ടിയിട്ടുള്ളത് ലേസ് ആണ്. അക്ഷയ് എന്തായാലും പൊളിച്ചു. അപ്പൊ ദാ അക്ഷയ്ക്ക് കിട്ടിയിട്ടുണ്ട് ലേസ് ആണ്. ലേസ് അക്ഷയ് ഇതാ ലേസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടോ ലേസ്? നല്ല അടിപൊളിയായിട്ടോ ഗൈസ്. എന്റെ വായ ഭയങ്കര കയ്പാണ്. അവന്റെ വായയില് ലേസിന്റെ ടേസ്റ്റ് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞു നിൽക്കാണ്. അപ്പൊ ഗൈസ് നമ്മുടെ ലേസും കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്താണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞില്ലേ ലേസ്? അപ്പൊ ഇനി അക്ഷയാണ് എടുക്കാൻ പോകുന്നത്. എനിക്കുള്ളതാണ് അക്ഷയ എടുക്കുന്നത്.
എടുക്ക്. ഈശ്വര, കൈപ്പക്കായ മുളകൊന്നും ആവരുതേ. ടൊമാറ്റോ സോസ് കണ്ടോ ഗൈസ്, എനിക്ക് കിട്ടിയിട്ടുള്ളത് ടൊമാറ്റോ സോസ് ആണ്. വാഴയുടെ കയ്പൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് ടൊമാറ്റോ സോസ് നമുക്ക് കഴിക്കാം. എന്തായാലും ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ടൊമാറ്റോ സോസ് കഴിക്കാൻ പോവാണ്. ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് ഇതിൽ പണി കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷമെങ്കിലും അക്ഷയ്ക്ക് ഒരു പണി കൊടുക്കണം കേട്ടാ. അപ്പൊ ഇനി നമ്മള് അടുത്തത് എടുക്കാൻ പോവാണ്. അപ്പൊ അക്ഷയാണ് കേട്ടോ അടുത്ത് എടുക്കുന്നത്. ഇനി ഇതാ വിരലിൽ എണ്ണാവുന്ന സാധനങ്ങൾ മാത്രമുള്ളൂ. പക്ഷേ എടുത്തരാ. മുളക്, എനിക്ക് കിട്ടിയിട്ടുള്ളത് മുളക്. വീണ്ടും എന്നെ ചതിച്ചതാ. അക്ഷയ എന്നെ ചതിച്ചതാ. ഞാനിതിൽ എഴുതിയ അക്ഷയ കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഈശ്വരാ, നല്ല എരിവുള്ള അടിപൊളി മുളകാണ്. ഇതെങ്ങനെ കഴിക്കുന്നത്? ഫുള്ള് കഴിക്കണടാ. ഒരു കടി കടിച്ചമ്മ എന്നാണ് അവൻ പറയുന്നുണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ പണി കിട്ടിയത് എനിക്കാണ്. ഇതും കൂടെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ എന്തായാലും എരിവുണ്ടോന്ന് പറയാൻ നോക്കിട്ട് നല്ല എരിവുണ്ട്. നല്ലൊരുണ്ട്. അടുത്തതെങ്കിലും എനിക്കൊരു മിൽക്കി ബാർ തരണേ, അല്ലെങ്കിൽ ഒരു ജ്യൂസോ എന്തെങ്കിലൊക്കെ തരണേ. ഫ്രണ്ട്സ്, മുളകിൽ നല്ല എരിവുണ്ട്. അപ്പൊ അക്ഷയ കിട്ടുന്ന അറിയപ്പെട്ട തൽക്കാലം ഞാൻ കഴിക്കണം കേട്ടോ. നല്ല എരിവാണ്. അടുത്തത് അക്ഷയ കേട്ടോ. അയ്യോ, എടുക്ക്. ഞാൻ എടുക്കണ്ടേ? ഞാനൊന്നും എടുക്കണ്ട അക്ഷയ്ക്കുള്ളത്. അക്ഷയുടെ ഒരു ഭാഗ്യം. പൊളിക്കണമെങ്കിൽ ഞാൻ വേണം. അവന് തന്നെക്ക് പൊളിക്കാൻ പറ്റില്ല. ഉള്ള മുളകൊക്കെ എന്നെ വിട്ട് തിരിച്ചിട്ട്. ഗൈസ്, അപ്പൊ എനിക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത്. അക്ഷയ്ക്ക് കുറച്ച് പണിയെ കിട്ടിയുള്ളൂ. അപ്പൊ അക്ഷയ് അങ്ങനെ ഡയറി മിൽക്ക് കഴിച്ചു കഴിഞ്ഞു. ഇനി എടുക്കാൻ പോകുന്നത് എനിക്കുള്ളതാണ് കേട്ടാ. നീ എടുക്ക്. എനിക്ക് വയ്യ, ഞാനിപ്പൊ കരയും. കൈപ്പക്കായാണ് ഗൈസ്, കൈപ്പക്കായ. നമ്മുടെ കൈപ്പേമ ഉണ്ടായി കൈപ്പക്കായാണ്. ചെറുതാണ് കേട്ടാ ഞാൻ പൊട്ടിച്ചത്. അപ്പൊ വലുത് തിന്നാനുള്ള ത്രാണില്ല. പക്ഷെ ഇത് ഫുള്ളായിട്ട് ഞാൻ കഴിക്കില്ല. ഞാൻ ചെറിയൊരു കഷ്ടം മാത്രമേ കഴിക്കുള്ളൂ. കാരണം എല്ലാ പണിയും കിട്ടിയത് എനിക്കാണ്. തീരെ കൈപ്പില്ലാത്ത കൈപ്പക്കായ ഗൈസ്. അടുത്തത് അക്ഷയ്ക്കുള്ളതാണ് കേട്ടോ എടുക്കുന്നത്. ഞാനാണ് എടുക്കാൻ പോകുന്നത്. ഞാനാണ് നിൽക്കുന്നത്. ബനാന ഗൈസ്, ബനാന. അക്ഷയന്റെ അഭിപ്രായം ഈ റോബസ്റ്റ് പഴം കഴിക്കുന്നതില്? അവന് നല്ല ഇതുണ്ട് അത് കഴിക്കാനായിട്ട്. നിനക്ക് നല്ലതുണ്ടാവും, എനിക്കറിയാതെ. നിനക്ക് കിട്ടിയതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങളല്ലേ. എല്ലാ ഇട്ടിന്റെ പണി കിട്ടിയത് എനിക്കാണ്. ഫ്രണ്ട്സ്, ഇതാ നമ്മളെ ഇനി 3 ഐറ്റം ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി എനിക്കാണ് ഞാൻ വേണ്ടിട്ടാണ് അക്ഷയാണ് എടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോ 3 ഐറ്റം ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഐറ്റം ആണ്. അതിൽ ഏത് കിട്ടിയാലും കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള മുട്ടയാണ്. അപ്പൊ നല്ല നാടൻ കോഴിമുട്ട, അടിപൊളി ടേസ്റ്റ് ഉള്ള മുട്ടയാണ്. നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പൊഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു മുട്ട മുഴുവൻ ഞാൻ കഴിക്കാൻ പോവാണ് ഗൈസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോഴാണ് വളരെയധികം സന്തോഷമായത്. കാരണം കക്കണ സാധനങ്ങളും പുളിക്കണ സാധനങ്ങളും തിന്നതൊന്നും എന്റെ വായ ഏകദേശം ഒരു രൂപമായിട്ടുണ്ട്. അപ്പൊ ഇത് വളരെയധികം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്തെടുക്കാൻ പോകുന്നത് ഞാനാണ്. അക്ഷയ്ക്ക് എടുക്കാൻ പോകുന്നത്. അക്ഷയ് ഇതിൽ എന്നിട്ട് വേണ്ട ഫ്രൂട്ടിയാണോ വേണ്ടേ എള്ളുമുട്ടായാണോ വേണ്ടേ? അക്ഷയ് പറയുന്നത് ഫ്രൂട്ടിയാണ്. അപ്പൊ നോക്കട്ടെ അക്ഷയ്ക്ക് ഏതാ കിട്ടാൻ നോക്കട്ടെ. ഞാനെടുക്കണ്ട നീ കുളിക്ക്. അപ്പൊ ഗൈസ് അക്ഷയ്ക്ക് ഇത് അടുത്തെടുത്തിട്ടുണ്ട്. അവന്റെ ആഗ്രഹം പോലെ തന്നെ ജ്യൂസ്. ഫ്രണ്ട്സ് അവന് അവസാനം ജ്യൂസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതില് എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എള്ളുണ്ടാന്നാണ് കേട്ടോ ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോ ആ എള്ളുണ്ട ഞാൻ കഴിക്കാൻ പോവാണ്. ഇത്രയും നേരം ഉള്ള കയ്പും പുളിയും എരിവും മധുരവും എല്ലാം കഴിച്ചത് ഞാനാണ്. അപ്പൊ ഈ എള്ളുണ്ടയും ഞാൻ കഴിക്കാൻ പോവാണ്. പക്ഷേ ഹാപ്പി ആയില്ലടോ? പൊളിയുണ്ട്. എനിക്ക് നല്ല കുറച്ച് വിഷമമുള്ള കേട്ടോ ഗൈസ്. കാരണം എനിക്കാണ് എന്താ പറയാ മിളകും കയ്പക്കായും എന്താ കക്കര വേപ്പിന്റെ ഇലയും ഉള്ള ചവറ് പണ്ടാറ് സാധനങ്ങളൊക്കെ ഞാനാണ് തിന്നത്. അതുകൊണ്ട് എനിക്ക് മാത്രം പ്രശ്നമുള്ള. അക്ഷയ്ക്ക് ഒരു കുഴപ്പമില്ല. അവന് കിട്ടിയതൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ. ലേസ്, ഡയറി മിൽക്ക്, വെള്ളം എന്തൊക്കെയാണ് അവന് കിട്ടിയത്. പക്ഷെ അമ്മയ്ക്ക് ഫസ്റ്റ് ഗോൾ അടിച്ചത്. അമ്മയ്ക്ക് ഫസ്റ്റ് ഗോൾ അടിച്ചത്. അതെ ഐസ്ക്രീം ഫസ്റ്റ് എനിക്കാ കിട്ടിയത്. എന്നെ കിട്ടേണ്ടത്. പക്ഷെ അത് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ തറയായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ ചലഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫണ്ണി ഗെയിം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മൾ അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പൊ അതുവരേക്കും ഗൈസ് ഇറ്റ്സ് ടാറ്റാ ബൈ ബൈ സീ യു.